ഞാൻ കരുതിയത് ഒട്ടകത്തിന്റെ പുറത്തുള്ള സവാരി ബോറായിരിക്കുമെന്നാ, പക്ഷെ ഇത് റോളർ കോസ്റ്ററിനേക്കാളും വളരെ രസമുണ്ട്. കൊള്ളാം, എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കൂട്ടുകാരെ. എന്തായാലും ഇവന്റെ പുറത്തൊരു അമ്യൂസ്മെന്റ് പാർക്ക് തന്നെ വെച്ചിട്ടുണ്ടല്ലോ. ഈ അടിപൊളി തന്നെ, സംശയമുണ്ടോ? കൂട്ടുകാരെ ദാ നോക്കിയേ, ഇവിടെ ചില അടയാളങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നതേ വേറെ ചിലരിവിടെ ഉണ്ടെന്നാണ്. എടാ, ഇത് ഇവന്റെ കാലടയാളം തന്നെയാ. നമ്മൾ കറങ്ങുന്നത് ഇപ്പോഴും ഇവിടെ തന്നെയാ. നിക്ക് നിക്ക്. അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ എന്റെ പുറത്ത് കുറച്ച് മുള്ളു കുത്തിയിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഇതെന്തായാലും തീരുന്നില്ലല്ലോ. എന്റെ അടുത്ത് നീ മുള്ളെന്ന് പറയുന്നല്ലേ? എടാ, എന്റെ പേര് ജാൻസിന്ന. സോറി, മുള്ളെന്ന് പറയുമ്പോൾ എന്റെ മനസ്സിനകത്തൊരു റെസ്ലർ കയറി വരും. ശരി, ഇനി ഞങ്ങൾ അങ്ങനെ പറയില്ല, ഇങ്ങനെ പറയാം. മുതലാളി മുതലാളി എന്ന പേര് മാത്രം വേണ്ട. അയാൾക്ക് വേണ്ടി ഞാൻ രാജസ്ഥാനില് പല വർഷങ്ങളായിട്ട് അയാൾക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുക. പക്ഷെ ഇതുവരേക്കും എനിക്ക് വിശ്രമിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാ മുള്ളെന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് റെസ്ലർ ആയി പോകുന്നത്. ഓ, നിന്റെ ബൈസെപ്സ് കണ്ടപ്പോഴേ എനിക്ക് അപ്പോഴേ തോന്നി നീ വലിയൊരു റെസ്ലർ ആയിരിക്കുമെന്ന്. ജപ്പാൻ, ആദ്യം കൈതാ ഇങ്ങനെ പിടിക്കേ. ആ മുതലാളിയോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യണോ? അല്ല, കൈയിന്റെ ഇടയിലെ രാജിക്കത്ത് വെച്ചിട്ട് പറഞ്ഞാ മതി, മുതലാളി ഞാൻ ഈ ജോലി വിടുവാണെന്ന്. കഴുതേ, നീ സേട്ടന്റെ പണി എല്ലാം ചെയ്യണം. നീ അദ്ദേഹത്തെ കൊണ്ട് ഒരു പണിയും ചെയ്യിക്കരുത്. അത് കണ്ട് നിന്റെ മുതലാളി സന്തോഷിക്കും, നിനക്ക് അവധിയും കിട്ടും. വാ, എന്റെ മുതലാളിയുടെ വീട്ടിലേക്ക് പോവാം. സൂക്ഷിക്കണേ, അവിടെ തെന്നി വീഴരുത്. മുമ്പിലായിട്ട് കുറെ മുള്ളുകളുണ്ട്. And his name is John Cena. ഇതെങ്ങോട്ടായി പോയത്? ടിവിയുടെ റിമോട്ട് കാണാനില്ല. ഞാൻ അന്വേഷിച്ച് കണ്ടെത്താം. അത് ശരി, കാലം എത്ര കഴിഞ്ഞാലും ശരി നിന്റെയൊക്കെ മോഷണം നിർത്തില്ല അല്ലേടേ. റിമോട്ടിങ് ഇതാ. കിട്ടിപ്പോയി മുതലാളി. ഞാൻ എവിടെ നോക്കിയിട്ട് റിമോട്ട് കിട്ടിയില്ല. 3 ദിവസം കൊണ്ട് ഞാൻ ഒറ്റ ചാനൽ കുത്തിയിരുന്ന് കണ്ടോണ്ടിരിക്കുക. നീ എന്തായാലും അത് കണ്ടുപിടിച്ച് തന്നല്ലോ. ഒരു കാര്യം പറയാം, നീ എന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വലഞ്ഞു പോകുമോടെ. മുതലാളി, എനിക്കൊരു അവധി തരൂ. നിനക്കെങ്ങാണ് ഞാൻ അവധി തന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നത്തിലാകുമല്ലോ. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചിരിക്കുക, നിനക്ക് ഞാൻ അവധി തരാൻ പാടില്ല. നീ എപ്പോഴും എന്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. ദേ നോക്ക്, നിന്റെ മുതലാളി നിനക്ക് ഇപ്പൊ പണി തന്നു കഴിഞ്ഞാ നീ ശരിക്ക് ചെയ്യാതെ തല കുത്തനാ ചെയ്യണം. അപ്പൊ അയാൾക്ക് ബോധ്യമാകും നിനക്ക് വിശ്രമം വേണമെന്ന്. അപ്പൊ നിനക്ക് അവധി കിട്ടുകയും ചെയ്യും. ഒരു ഒട്ടകത്തിന് വേണ്ടിട്ടേ ഇത്രയും നല്ലൊരു ഐഡിയ വേറെ ആരും പറഞ്ഞു തരില്ല. എന്തായാലും നിന്നെ കണ്ടത് വളരെ നന്നായി. എന്റെ കാറൊന്ന് വേഗം വൃത്തിയാക്ക. തലകുത്തനെ, തലകുത്തനെ. എടാ പൊട്ടാ, കൈ കൊണ്ടല്ലടാ, തുണി കൊണ്ട്. തുണി കൊണ്ട് നല്ല പോലെ വൃത്തിയാക്കടാ.
അയ്യോ, വൃത്തിയുള്ള വെള്ളത്തിലടാ കഴുകേണ്ടത്. ഈ വെള്ളത്തിലല്ലടാ കഴുതേ. ഹണി, അവൻ നിന്റെ ഐഡിയ ഒക്കെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോ എന്താണ് ചെയ്യുക? നമുക്ക് വേഗം പോയി അവനെ തടയണം. സംശയമുണ്ടോ? ആ ഐഡിയ. അയ്യോ, ഈ ഒട്ടകം എന്തുമാത്രം ക്ഷീണിച്ചായിരിക്കുന്നത്. ഈ ഒട്ടകത്തിന് സത്യം പറഞ്ഞ വിശ്രമത്തിന്റെ ആവശ്യമുണ്ട്. വിശ്രമോ ഒന്നും നടക്കില്ല. ഇവൻ എപ്പോഴും ജോലി ചെയ്തോണ്ടേയിരിക്കണം. ഈ മുതലാളിയോടെ ഒയ്യോയുടെ ഭാഷ പറഞ്ഞിട്ട് കാര്യമില്ല. ഇയാള് ശരിക്കും നമ്മളെ പോലെ തന്നെയാണല്ലോ സംസാരിക്കുന്നത്. ഞാൻ എന്റെ ഗ്രാമം വിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. എന്നാ വന്നിട്ട് എന്റെ ഭാഷയും മാറിയിട്ടില്ല. എന്ത് ചെയ്യാനാ, നമ്മള് പഴയതൊന്നും അങ്ങനെ മറക്കാൻ പാടില്ലല്ലോ, അല്ലേ? നല്ല കാര്യം തന്നെയാ മുതലാളി. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇവൻ നന്നായി ക്ഷീണിച്ചിരിക്കുക. ഇല്ല, ഇവനെ 2 വർഷമെങ്കിലും നിർത്തി നന്നായിട്ട് ജോലി പഠിപ്പിച്ചു കൊടുക്കണം. അതല്ലേ നല്ലത്. 2 വർഷോ? നിങ്ങൾ എല്ലാരും കൂടി എന്നെ തട്ടിക്കളയാൻ വന്നതാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വീട് തന്നെ വിട്ടു പോയേക്കാം. ഞാനുള്ള പോലെ എന്റെ മുതലാളിയുടെ പുറത്ത് ആർക്കും കൈവയ്ക്കാൻ കഴിയില്ല. എടാ, അദ്ദേഹം വെടിയൊന്നുമല്ല പച്ചത്, അടിക്കുകയാണ് ചെയ്തത്. ഓ സോറി. ഡിഷ്യം, ഡിഷ്യം, ഡിഷ്യം. അയ്യോ, 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 അയ്യോ. നീ എന്നെ രക്ഷിച്ചിരിക്കുകയാണ്. ഞാൻ നിനക്ക് എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? എനിക്ക് അവധി വേണം. അത് മാത്രം പറ്റില്ല. അത് മാത്രം തരാൻ എനിക്ക് കഴിയില്ല. അവധിയോ? ആഹാ, ഇവൻ അവധി എടുത്തു പോയാൽ എന്റെ പണികളെല്ലാം പാളും. മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ ഇവനെ എവിടേക്കും വിടില്ല. ഇനി മുതൽ സണ്ണൻ ഇവന് ഡബിൾ ഷിഫ്റ്റ് ആണ് കൊടുക്കാൻ പോകുന്നത്. മതിയാക്ക്. അവധിയുടെ പ്ലാനിങ് ക്യാൻസൽ. ഞങ്ങൾ ഇവനെ കൊണ്ടുപോവുകയാ. വാടാ പോകാം. അത്ര പെട്ടെന്നൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങൾക്ക് ഞാൻ ആരാന്ന് കാണിച്ചു തരാം. ഇവന്മാരെ നന്നായിട്ടൊന്ന് പെരുമാറിയിട്ട് ആ ഓട്ടോ തന്നെ ഇങ്ങ് കൊണ്ടുപോവാ. ചേട്ടാ, ചേട്ടന്റെ കവിളിൽ ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇങ്ങോട്ട് കാണിക്ക്, ഞാൻ ശരിയാക്കി തരാം. മര്യാദക്ക് എന്റെ കൂടെ വാ. ഇല്ല, ഇവൻ എന്തായാലും തന്റെ കൂടെ വരില്ല. എടാ, ഇത് എന്റെ ഒട്ടകമാണ്. അപ്പൊ എന്റെ കൂടെ ഇല്ലടാ വരത്തുള്ളൂ. നിങ്ങളുടെ ഒട്ടകത്തിന് ഇപ്പോൾ അവധി കൊടുക്കാൻ പോവുകയാണ്. അയ്യോ, എന്തുവാടാ? അയ്യോ, ഐ നീഡ് എ ബ്രേക്ക്. അപ്പോഴേക്ക് തളർന്നോ? ഇവിടെ രാവും പകലും തന്റെ ഒട്ടകം പണിയെടുക്കുന്നുണ്ട്. അവനൊരു അവധി താൻ കൊടുക്കില്ല അല്ലേ? സംശയമുണ്ടോ? ഹണി ബണി ഡ്രൈവിംഗ് സ്കൂൾ, അങ്ങനെ പുതിയ ബിസിനസ് തുടങ്ങി. ഞാൻ ഡ്രൈവിംഗ് സ്കൂളിന്റെ ടാഗ് ലൈനും ആലോചിച്ച് വെച്ചിട്ടുണ്ട്. ഹൃദയമിടിപ്പിന്റെ ശബ്ദമാണ് ബം ബം, കാർ ഓടിച്ച് പഠിക്കാം പാം പാം. എന്തായാലും ഒരു സെൽഫി എടുത്തേക്കാം. വാ, നമുക്ക് എല്ലാവർക്കും സെൽഫി എടുക്കാം. നിങ്ങളുടെ കൂടെ അല്ല, കാറിന്റെ കൂടെയാ. നിന്റെ വല്യളിനല്ല കാർ ഓടിക്കാൻ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ പിന്നെ ഈ കാർ നാളെ എങ്ങാനും കണ്ടില്ലെങ്കിലോ? നീ എത്രയൊക്കെ കുറ്റം പറഞ്ഞാലും കുഴപ്പമില്ല. ഒരു ദിവസം നീ എന്റെ കാർ കമ്പനിയിലേ ജോലി അന്വേഷിച്ചു വരും, എനിക്ക് ഉറപ്പാ. അപ്പൊ ഞാൻ തിരിഞ്ഞു നിന്നെ റിജക്ട് ചെയ്യും, നോക്കിക്കോ. അതെന്തിനാ തിരിഞ്ഞു നിൽക്കുന്നേ? കാരണം പണക്കാരും തന്നെ നേരെ നോക്കി സംസാരിക്കാറേ ഇല്ലല്ലോ. എന്നാ എല്ലാരും വാ, നമുക്ക് ബാക്കിയുള്ള പോസ്റ്ററും കൂടി ഒട്ടിക്കാം. ഐഡിയ. കൂട്ടുകാരെ, ഞാൻ ഇപ്പൊ തന്നെ വരാം.
എങ്ങോട്ടാണ് ഈ ഓടുന്നത്? നിന്നെ ഇന്ന് ഞാൻ വിടാൻ പോകുന്നില്ല. താങ്ക് യു കുട്ടികളെ, നിങ്ങൾ കാരണം ഇന്ന് വേറൊരു കള്ളൻ എനിക്ക് പിടിക്കാൻ കഴിഞ്ഞു. വെൽക്കം പാണ്ട. ഇവിടെ ഒരു കസേര പോലും ഇല്ലല്ലോ. ഞാൻ പോയി എനിക്ക് വേണ്ടിട്ട് ഒരു കസേര എടുത്തോണ്ട് വരാം. ഹണി, നിനക്ക് കാറിന്റെ സീറ്റ് ഇരിക്കാൻ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? അല്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ നീ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. സംശയമുണ്ടോ? സുഹൃത്താ, എല്ലാവരുടെയും സുഹൃത്താ. സോറി കർത്താ, എല്ലാവരുടെയും സുഹൃത്താ. ഞാൻ വല്ലാത്ത വിഷമത്തിലാണ്. നാളെ എന്റെ കൂട്ടുകാരോടൊപ്പം ഞാൻ അഡ്വഞ്ചർ ട്രിപ്പിന് പോണം. പക്ഷേ എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല എന്നുള്ള കാര്യം അവർക്കറിയില്ല. അപ്പൊ നിനക്ക് സത്യം തുറന്നു പറയാൻ കഴിയില്ലായിരുന്നോ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എന്റെ അങ്കിളിന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല എന്ന്. അതിന് അദ്ദേഹം എന്നെ വല്ലാതെ തല്ലി. അതെന്താ? കാരണം വണ്ടി 100 കിലോമീറ്റർ സ്പീഡിലാ ഓടിക്കൊണ്ടിരുന്നത്. ആ വണ്ടി ഓടിച്ചത് ഞാനായിരുന്നു. നീ ടെൻഷൻ അടിക്കേണ്ട കർത്താ, ഞാൻ വളരെ ഫേമസ് ആയ കാർ ട്രെയിനറാണ്. നിനക്കറിയോ, മുഗൾ ചക്രവർത്തി ഞാൻ കാരണമാണ് കുതിരപ്പുറത്ത് വന്നത്. അതെന്താ? കാരണം ഞാൻ അദ്ദേഹത്തെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിച്ചിരുന്നെങ്കിൽ അദ്ദേഹം വണ്ടി ഓടിച്ചിട്ട് വരുമായിരുന്നില്ലേ? കർത്താ, ബ്രേക്ക് പിടിക്ക്, ബ്രേക്ക്. എന്റെ കൈ കൊണ്ട് ഞാൻ സ്റ്റിയറിംഗ് പിടിച്ചിരിക്കല്ലേ, താഴെയുള്ള ബ്രേക്ക് എങ്ങനെയാണ് പിടിക്കുക? പഠിക്കുന്നത് നന്ദു, പറഞ്ഞു കൊടുക്കുന്നത് ഹണി. ഇത് കായലിന് കൊക്കിക്കടയിലുള്ളത് പോലെ ആയല്ലോ. നന്ദു, നമ്മൾ തിരിയുമ്പോ അടുത്തുള്ളവർക്ക് ഇൻഡിക്കേറ്റർ കൊടുക്കണം. ഓക്കേ. ഇന്ന് ഇൻഡിക്കേറ്റർ കിട്ടി, നാളെ ഹെഡ്ലൈറ്റ് കിട്ടും, അവ മറ്റൊന്ന് സ്റ്റിയറിംഗും വരും. അപ്പൊ എനിക്ക് പുതിയ കാർ ഉണ്ടാക്കാൻ അധികം നാള് വേണ്ടി വരില്ല. ഞാൻ ഇൻഡിക്കേറ്റർ കൊടുത്തു. എത്ര പെട്ടെന്നാണ് ഞാൻ വണ്ടി പഠിച്ചത്. എടാ കർത്താ, സ്റ്റുഡൻസ് ആയി കഴിഞ്ഞാൽ വളരെ പതുക്കെ വേണം വണ്ടി ഓടിക്കാൻ. ഓക്കേ. കർത്താ, മുന്നോട്ട് നോക്ക്. വേഗം വളക്കേ, 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 പെട്ടെന്ന് വളക്കേ. എന്റെ കർത്താ, നീ ഇത് എങ്ങോട്ടേക്കാ കൊണ്ടുപോകുന്നേ? എന്താ ഇത്? 4 മണിക്കൂറായി പ്ലെയിനിൽ ഇരിക്കുന്നു. ഫ്ലൈറ്റ് ഇപ്പോഴും ഭൂമിയിൽ തന്നെയാണ്. എന്ത് എയർലൈൻസ് ആണിത്? കർത്താ, എന്റെ കൂട്ടുകാരാ, നീ പറഞ്ഞിരുന്നില്ലേ കൂട്ടുകാരോടൊത്ത് അഡ്വഞ്ചർ ട്രിപ്പിന് പോണോന്ന്? നീ പറഞ്ഞ ആ കൂട്ടുകാരെ ഞങ്ങളെങ്ങാനും ആണോടാ? അല്ല, ആ ട്രിപ്പ് കാറിലല്ല പോകുന്നത്. എടാ കർത്താ, ഇനി നിന്നെ ഞങ്ങൾ ട്രാഫിക് സിഗ്നലിനെ കുറിച്ച് പഠിപ്പിക്കാം. അത് കൊള്ളാം. അതാണ് വലിയ എളിയ വേണ്ടത്.
ദാ റോഡിൽ നിറച്ച് വൈറ്റ് ലൈൻ കാണുന്നില്ലേ? അതിന്റെ അർത്ഥം റോഡ് വയസ്സായെന്നാണ്. അതുകൊണ്ട് റോഡിന് വെളുത്ത മുടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എടാ കഴുതേ, അത് സീബ്ര ക്രോസിംഗ് ആണ്. ബണ്ണി ഔട്ടായി. നീ ഔട്ടായി പോപ്പ. രക്ഷിക്കണേ, രക്ഷിക്കണേ. ഞാനാണ് കർത്ത, എല്ലാരെയും രക്ഷിക്കുന്ന സ്വന്തം സുഹൃത്താ. ഗുഡ് ഈവനിങ് കൂട്ടുകാരെ. നീ എന്താടാ ഇത്രയും ദിവസം അകത്തായിരുന്നോ? ഇത് ഗുഡ് ഈവനിങ് അല്ല ഗുഡ് മോർണിംഗ് എന്ന് പറ. സംശയമുണ്ടോ? എന്നാ വരൂ, നമുക്ക് ഈ കാര്യത്തിലൊരു ചർച്ച നടത്താം. അങ്ങനെ ചർച്ച നടത്തി വൈകുന്നേരം ആവുമല്ലോ. എടാ കൂട്ടത്തിൽ ഒരു കഴുത മതി കേട്ടോ, അല്ലാതെ നീ ഇപ്പൊ വെറുതെ മറ്റൊരു കഴുതയാകാൻ നോക്കണ്ട. ഓക്കേ, അങ്ങനെയാണെങ്കിൽ ഞാൻ കഴുതയായി മാറാം. ജീവിതം എന്നത് വെറും ഒരു പുഷ്പം പോലെയാണ്. അത് സൂക്ഷിക്കാൻ കഴിച്ചില്ലെങ്കിൽ ആരെങ്കിലും പറിച്ചുകൊണ്ട് പോകും. ഞാൻ കഴുതയായ കർത്തയാണ്. ഞാൻ നിങ്ങളുടെ ബാഗ് പറിച്ചോണ്ട് പോവുകയാണ്. ഇവിടെ വരൂ, എന്റെ ബാഗ് തരൂ. നന്ദു നിൽക്ക്. ഓക്കേ, അതാ നിന്നു. എന്താണ് സംഭവിച്ചത് കർത്താ? ഞാൻ പറയാം. ഇവൻ മുത്തശ്ശിയെ കാണാൻ വേണ്ടി നാട്ടിലേക്ക് പോയി. ഇന്നലെയാണ് വന്നത്. ആ ഗ്രാമത്തിൽ ഗ്രാമത്തിൽ നിന്നാണ് നീ വരുന്നേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിന്റെ മുത്തശ്ശി ഉറപ്പായിട്ടും നിന്റെ കയ്യിൽ കഴിക്കാൻ എന്തെങ്കിലും തന്നു വിട്ടിട്ടുണ്ടാവും. കർത്താ, എന്റെ കൂട്ടുകാരാ, വേഗം സാധനങ്ങളൊക്കെ എനിക്ക് തിന്നാൻ തടാ. ഞാൻ ദാ ഇപ്പൊ കൊണ്ടുവരാം. നന്ദു, നീ എന്താടാ ഈ കാണിക്കുന്നേ? മറ്റുള്ളവരുടെ സാധനങ്ങൾ മോഷ്ടിക്കുന്നത് തെറ്റാണ്. വേഗം കൊണ്ടുപോയി തിരിച്ചു വെക്ക്. വയ്ക്കോ, സാധനങ്ങളൊക്കെ വേഗം കൊണ്ട് വെക്കാൻ നോക്കേ. ഇപ്പൊ തന്നെ തിരിച്ചുകൊണ്ട് വെച്ചേക്കാം. ബാലു, ഗ്രാമത്തിൽ എന്താ സംഭവിച്ചത്? ഇവൻ എന്തിനാ ഹണിയെ പോലെ മണ്ടത്തരം കാണിക്കുന്നത്? അത് മുത്തശ്ശി അവന് പറഞ്ഞു കൊടുത്തത്. എന്റെ പൊന്നു മോനെ, ഏതൊരു ജോലിയും വേണ്ടാന്ന് വെക്കാൻ പാടില്ല. മറ്റുള്ളവരുടെ ജോലി നമ്മൾ ചെയ്യുന്നത് നല്ല കാര്യമാണ്. അതിനുശേഷമാണ് ഇവൻ ഇങ്ങനെയായി പോയത്. രാവിലെ ഞാൻ പറഞ്ഞു കൂ. ഇവൻ ലക്ഷങ്ങളിൽ പോയി ക്യൂവിൽ നിന്നു. അല്ല, നിങ്ങളെന്തിനാ ക്യൂ നിൽക്കാൻ പറഞ്ഞേ? ഞാൻ കുമ്പളങ്ങി എന്ന് പറയാമെന്നതാ. കൂ എന്ന് കേട്ടപ്പോൾ തന്നെ അവൻ പോയി ക്യൂവിൽ നിന്നു. ഇതാ, ഇത് കണ്ടോ നീ? എന്തോ അടയാളം പോലുണ്ടല്ലോ. അടയാളമല്ല, ക്യൂവിൽ പോയി മുന്നിൽ നിന്നതുകൊണ്ട് അവിടുത്തെ വാച്ച്മാൻ എന്നെ തല്ലിയതാണ്. സമാധാനമായിട്ട് ഉറങ്ങണമെങ്കിൽ മാല കഴുത്തിലിട്ട് ഉറങ്ങിക്കോളൂ. അല്ലെന്നുണ്ടെങ്കിൽ കള്ളൻ കർത്ത അത് ബാങ്കിൽ നിന്ന് മോഷ്ടിക്കും. അതെ, കർത്ത സിറ്റിയിലെ ബാങ്കിൽ നിന്ന് മോഷണം നടത്തിയിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് ആണ്. എഴുന്നള്ളത്ത് കാണണമെങ്കിൽ എപ്പോഴും നിൽക്കണം മുന്നേ. നീ മുന്നോട്ട് പോകണമെങ്കിൽ തോപ്പിക്കണം എന്നെ. വാ, വന്ന് തോപ്പിക്കേ. കർത്താ, എല്ലാവരുടെ സുഹൃത്താ, ഞാൻ നിങ്ങളെ അനുസരിക്കാം. ഖന്നാസ, ഞാൻ നിങ്ങളെ ഇപ്പൊ തന്നെ തോൽപ്പിക്കാം. ഞാൻ എന്താ ഈ കാണുന്നേ? അതെ കൊച്ചളിയ, നീ കാണുന്നതേ കറുത്ത ബാങ്ക് കൊള്ളയടിക്കുന്നതാണ്. എടാ കഴുത, അവ ഷോക്കിൽ പറഞ്ഞു പോയതാ. അത് സംശയമുണ്ടോ? നമ്മുടെ കർത്ത കള്ളനല്ല, വേറെന്തോ പ്രശ്നമുണ്ട് കൂട്ടുകാരെ. നീ പറഞ്ഞത് ശരിയാ. അവന്റെ ഈ സ്വഭാവം കാണുമ്പോ എനിക്ക് തോന്നുന്നത് ഇവൻ തനിച്ചല്ല ഇതൊക്കെ ചെയ്യുന്നേന്നാ. വേഗം വാ, നമുക്കെന്തായാലും കണ്ടുപിടിക്കാം. അതാ പോകുന്നു അവൻ. അങ്ങോട്ട് നോക്ക്. കർത്താ, ഇങ്ങനെ മോഷ്ടിക്കുന്നത് ആർക്കും ഗുണം ചെയ്യില്ല. കൂട്ടുകാരാ, ഈ വഴി അത്ര ശരിയല്ല. ശരിയാ പറഞ്ഞത്. ഇത് തെറ്റായ വഴിയാണ്. എനിക്ക് പോകേണ്ടത് പുറകിലത്തെ വഴിയിലൂടെയാണ്. ശരി,
എന്നെ തല്ലാൻ പോവുകയാണോ? ദാ കണ്ടില്ലേ, ആ 4 പേരെ വേഗം തല്ല്. നന്ദു അവരെ തല്ല്. ഓക്കേ. അയ്യോ എന്റെ കുട്ട, നീ എന്തായി കാണിക്കുന്നേ? തല്ലുകയാണെങ്കിൽ നീ ആരെ തല്ലുവെന്ന് പറ. ആദ്യം ഞാനല്ലേ തല്ലാൻ പറഞ്ഞത്, അതുകൊണ്ട് നീ അവരെ തല്ലേ. നന്ദു അവനെ അടിക്ക്. ഓക്കേ. അല്ല അവരെ തല്ലേ. അല്ല അവനെ അടിക്ക്. അവരെ തല്ലേ. 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 അവനെ അടിക്ക്. അവനെ അടിക്ക്. അവനെ അടിക്ക്. അവനെ അടിക്ക്. നിർത്ത്. അവനെ അടിക്ക്. ഔ, നിങ്ങളോടാ പറഞ്ഞത് നിർത്ത്. നിങ്ങൾക്ക് തല്ലണോക്ക് തമ്മി തമ്മി തല്ല്. വെറുതെ എന്തിനാ എന്നെ ഓടിക്കുന്നത്? ഞാനാകെ ക്ഷീണിച്ചു. ഇത് എത്രയാണെന്ന് പറയൂ. ഇത് 2 അല്ലേ? അയ്യോ എന്താ ഇത്? ഇപ്പൊ 4 കാണുന്നുണ്ടല്ലോ. തനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് പിടിച്ച് കാണിക്ക്, നോക്കട്ടെ. പിടിക്കവനെ. ഓക്കേ, എങ്കിൽ ഇപ്പൊ തന്നെ പിടിച്ചു കാണിക്കാം. ഔ. ഈ ലൈവ് റേഡിയോയുടെ അമരക്കാരനായിട്ട് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വളരെ ഫേമസ് ആയിട്ടുള്ള ആർജയാണ് ചന്ദ്രൻ ചുക്കുളം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആർജയാണ്. അദ്ദേഹത്തെ എനിക്ക് കണ്ടേ മതിയാകും. ജോർദാറെ സൂക്ഷിച്ചു പോ. എന്റെ ഗുരുവേ, ശുക്ലൻ സാറേ. നമസ്കാരം ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. ഇന്ന് നിങ്ങളുടെ കൂട്ടുകാരൻ ചന്ദ്രൻ ചക്കുളം നിങ്ങളുടെ മുമ്പിൽ ഇതാ ലൈവാണ്. ഇന്ന് ഈ പ്രോഗ്രാം റേഡിയോയിലൂടെ കേൾക്കുന്നത് എന്റെ ലക്ഷക്കണക്കിന് ഫാൻസ് ആണ്. ഒരു ദിവസം മഹേഷിന്റെ കാറിന്റെ വിൻഡോ സ്ക്രീൻ പൊട്ടിയത് കണ്ടിട്ട് നരേഷ് ചോദിച്ചു, മഹേഷ് നിന്റെ ഈ കാറിന്റെ വിൻഡോ സ്ക്രീൻ എങ്ങനെയാണ് പൊട്ടിയത്? മഹേഷ് പറഞ്ഞു, ദിനേശ് ഈ പൂ എറിഞ്ഞ് പൊട്ടിച്ചതാണ്. നരേഷ് ചോദിച്ചു, പൂ എറിഞ്ഞപ്പോൾ വിൻഡോ സ്ക്രീൻ പൊട്ടിയെന്നോ? മഹേഷ് പറഞ്ഞു, അല്ല, പൂവിന്റെ കൂടെ ചെടിച്ചട്ടിയും ഉണ്ടായിരുന്നു എന്നാ. എത്ര ഫണ്ണിയാണ് ഞാൻ. താങ്കൾക്ക് എന്റെ ഫൺ ഒരുപാട് ഇഷ്ടമായെന്ന് തോന്നുന്നു. അതൊക്കെ പോട്ടെ, താങ്കളുടെ പേര് പറയാമോ? സോർദാർ, താങ്കളുടെ ശബ്ദം ഇപ്പോൾ ലോകം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങളെ പോലെ ആകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ സോർദാർ ആർജെ ആകാനാണ് ആഗ്രഹിക്കുന്നത്. സോർദാർ, താങ്കളുടെ ഈ ശബ്ദം വളരെ മനോഹരമാണ്. താങ്കളുടെ ശബ്ദത്തിന്റെ സ്വരമാധുര്യം വളരെ ഗംഭീരമാണ്. നല്ലൊരു റേഡിയോ ജോക്കിയാകാൻ താങ്കൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സാർ, ഓ, സാറ് പറഞ്ഞത് സത്യം തന്നെയാണോ? എനിക്കൊരു ആർജയാൻ കഴിയുമോ? തീർച്ചയായും. പക്ഷെ സോർദാറെ, അത് ഈ ജന്മമാവണമെന്നില്ല. പക്ഷെ കുറച്ചു മുമ്പല്ലേ സാറിന്റെ ശബ്ദത്തെ പുകഴ്ത്തി പറഞ്ഞത്. ആ സമയത്ത് നമ്മൾ ലൈവ് ആയിരിക്കും. അപ്പൊ ആ സമയത്ത് ഇവന്റെ ശബ്ദം നന്നായിരുന്നു, ഇപ്പൊ ചീത്തയെന്നാണ് പറഞ്ഞു വരുന്നത്. സത്യത്തിൽ സോർദാർ സംസാരിക്കുമ്പോൾ തോന്നുന്നത് ആരോ കഴുത്തിൽ ജക്ക് പിടിച്ചിരിക്കുകയാണെന്നാണ്. സർ, എനിക്ക് ആർജെ ആവാൻ ആഗ്രഹമുണ്ട്. എല്ലാം ആകാൻ സാധിക്കണമെന്നില്ലല്ലോ. മാത്രമല്ല സോർദാർ സ്ലോ ആണ്. ചിലപ്പോൾ സോർദാർ പറഞ്ഞു തീരും മുമ്പ് ഷോയുടെ സമയം തന്നെ കഴിഞ്ഞു പോയേക്കാം. നിങ്ങളൊന്നും കണ്ടിച്ചോരയില്ലേ? ജോർദാർ നിങ്ങളുടെ ഫാനാണ്. അവന്റെ ആഗ്രഹം ആർജെ ആവാനാണ്. അങ്ങനെയുള്ള ഒരാളെ കളിയാക്കിയാണോ? അയ്യോ അല്ലല്ല, ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. വേണമെങ്കിൽ ഇയാൾക്ക് DJ ആവാം, അതിൽ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഒരു ആർജെ ആവാൻ ഒരിക്കലും സാധിക്കുകയില്ല. പിന്നെ എന്നെ പോലെ ആവാനാണെങ്കിൽ അത് 100 വർഷം എടുത്താലും സാധിക്കുന്ന കാര്യമല്ല. മുകേഷേ, തന്നെ പോലുള്ള ആൾക്കാരാണ് ആർജകൾക്ക് മാനക്കേട് ഉണ്ടാക്കി വെക്കുന്നത്. കണ്ടസ്റ്റൻസിനെ അകത്തേക്ക് വിളിക്കൂ. സ്റ്റാർട്ട്. ഫ്രണ്ട്സ്, ഇന്നത്തെ ഷോയിലെ ടോപ്പിക്കാണ് ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ട്ഷിപ്പ് പാവനമാണ്. നോ സോറി, നോ താങ്ക് യു. അപ്പൊ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ കോളറാണ് കായംകുളത്ത് നിന്നും കിരൺ. എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? അടിപൊളി, അടിപൊളിയായിട്ടുണ്ട്. ആഹാ, എന്തൊരു അവതരണമായിരുന്നു. ആഹാ, എന്താ സ്റ്റൈല്, എന്താ ഒരു ശബ്ദം.
നോ സർ, എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. എനിക്ക് എന്തുകൊണ്ടാ മനസ്സിലാവാത്തേന്ന്. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി. എനിക്ക് എന്തുകൊണ്ടാ ഇതൊന്നും മനസ്സിലാവാത്തേന്ന്. പറഞ്ഞത് മനസ്സിലായോ? മീനിങ് റിജക്ട്. എന്റെ ഭാഗത്തുനിന്ന് റിജക്ട്. ഇവർ രണ്ടുപേരും അവരുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. ബാക്കി എന്തായാലും ഞാൻ പറയാം. നീ എന്താണ് സംസാരത്തിനിടയിൽ ഡാൻസ് കളിച്ചത്? ഇങ്ങനെ ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ പിന്നെ മൈക്രോഫോണിന്റെ അടുത്ത് നിന്നും ദൂരത്തേക്ക് മാറിപ്പോകില്ലേ? മാത്രമല്ല ഇങ്ങനെ വിക്കി വിക്കി പറയുകയാണെങ്കിൽ ഉള്ള സമയം മുഴുവൻ നിനക്ക് മാത്രം പറയാനേ സമയം കാണൂ. അല്ല, ഇത് ഞാൻ വിക്കിയല്ല പറഞ്ഞത്. ഇതെന്റെ സ്റ്റൈലാണ്. എന്റെ സ്റ്റൈലിനെ കുറിച്ച് മനസ്സിലാക്കാത്തവരുടെ കൂടെ എനിക്ക് ജോലി ചെയ്യാൻ താല്പര്യം ഇല്ല. Now go. നിന്നെ ഞാൻ ഇവിടുന്ന് ഗെറ്റ് ഔട്ട് അടിക്കുന്നു. ഹലോ, എന്തായാലും സുഖനല്ലേ? അടിപൊളി. മിസ് പിങ്കി, ഓഡിഷൻ അതിന് സ്റ്റാർട്ട് ചെയ്ത് പോലും ഇല്ലല്ലോ. പിന്നെ എന്തിനാ ഇങ്ങനെ അടിച്ചു പൊളിക്കുന്നത്? എന്തായാലും ഒരു ഫൺ സ്റ്റാർട്ട് അങ്ങ് തുടങ്ങിയേക്കാം. ഗുഡ് മോർണിംഗ് കോച്ചി. എല്ലാവർക്കും തോത്തോറാമിന്റെ സല്യൂട്ട്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അടിപൊളി സോങ് ഞാൻ വെച്ച് തരാം. അതൊരു റൊമാൻറ്റിക് സോങ് ആയിരിക്കും. പാട്ട് കേട്ട് എല്ലാവരും നന്നായിട്ട് അടിച്ചു പൊളിക്ക്. എങ്ങനെയുണ്ട്? സോ ഫണ്ണി, സോ ഹാൻഡ്സം. അടിപൊളി, അടിപൊളി. മാമാ മിയ, ഇവിടെ വന്ന ഒരു പാർട്ടിസിപ്പന്റ് പോലും ആർജെ ആവാൻ യോഗ്യനേ അല്ല. ഹലോ മാം. ഹലോ സാർ. ശരി, നിങ്ങൾ തുടങ്ങിക്കോളൂ. സിറ്റിയിലെ നമ്പർ 1 റേഡിയോയിൽ നമ്പർ 1 ഷോയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ജോർദാർ സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പൊ മുത്തശ്ശനുമുണ്ട്, മുത്തശ്ശിയുമുണ്ട്, കുടുംബാംഗങ്ങൾ എല്ലാരും ഉണ്ടാകും. എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ എല്ലാവരും ചായയും പക്കോടയും വെച്ചോണ്ടിരിക്കുകയായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സോങ് ഞാൻ വെച്ചു തരാൻ പോവാ. മഴയേ തൂ മഴയേ. നിങ്ങളുടെ മനസ്സിലുള്ളത് മാനത്തിൽ മഴയായി പൊഴിയുകയാണ്. സർ, this was Mamma Mia, Mamma Mia. ഇയാളെ അഭിനന്ദിക്കാൻ എന്റെ ചുണ്ടുകൾ തുടിക്കുകയാണ്. പക്ഷെ എന്റെ വായിൽ നിന്നും ഒരു വാക്ക് പോലും പുറത്തേക്ക് വരുന്നില്ല. താങ്കൾ എന്റെ ഡയലോഗ് കട്ടെടുത്തു അല്ലേ? കുഴപ്പമില്ല, കൂടുതൽ ഡയലോഗ് ഒന്നും വായിന്ന് വരുന്നില്ലല്ലോ. ഡാർല, നിനക്ക് പറയാനുള്ള അഭിപ്രായം തുറന്നു പറയൂ. സോർദാറിന്റെ പെർഫോമൻസ് തനിക്ക് ഇഷ്ടപ്പെട്ടോ അതോ ഇല്ലയോ? അതെ, അതൊരു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ജോർദാർ അടിച്ചു പൊളിക്കുകയല്ലേ ചെയ്തത്. പക്ഷെ ആ സ്വരമാധുര്യത്തിൽ ഞാൻ വീണു പോകുകയാണ് ചെയ്തത്. വാട്ട് എ വോയിസ്. ജോർദാറിന്റെ ശബ്ദത്തിന് ദൃഢതയുണ്ട്. എനിക്ക് പറയാൻ വാക്കുകളില്ല. മാമാ മിയ, ഞങ്ങൾ എന്തായാലും ഡിസൈഡ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ നൗ നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം സീക്രട്ട് ജഡ്ജ് എന്താണ് പറയുന്നത് അറിയില്ലല്ലോ. മാമാ മിയ, സോർദാർ, നിങ്ങളെ ഞങ്ങൾ ആർജെ വിന്നറായി സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഞാൻ ആർജയായി കഴിഞ്ഞു. മാഡം എന്താ ഡോക്ടറെ അടുത്തേക്ക് വന്നേ? ഡോക്ടർ ബാലു, ഈ മരുന്ന് കഴിച്ചാൽ എന്റെ അമ്മാവന്റെ അസുഖം കുറയും അല്ലേ? എനിക്ക് എന്റെ അമ്മാവനെ കുറിച്ച് ആലോചിച്ചിട്ട് പേടിയാകുന്നു. എന്റെ മരുന്ന് കഴിച്ചാൽ പെട്ടെന്ന് തന്നെ രോഗം മാറും. മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോകും. ഉണർന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷുമായിരിക്കും. നിങ്ങൾക്ക് അറിയാമല്ലോ മാഡം, എന്റെ അടുത്ത് ദിവസവും എത്ര രോഗികൾ വരുന്നുണ്ടെന്നാ. ഓഹോ, ഇവിടെ വരൂ. ഓഹോ, ഇവിടെന്ന് വെച്ചാൽ എവിടെയാണ്? ഞാൻ ഈ ടേബിളിന്റെ മുകളിൽ കയറി നിൽക്കണോ? അയ്യോ വേണ്ട, അതിടയ്ക്ക് വായിൽ നിന്ന് വരുന്നതാ. അവിടെ ഇരിക്ക്. എന്നിട്ട് ഈ മരുന്നുകൾ വാങ്ങിക്ക്. ഇത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഭക്ഷണത്തിന് മുമ്പ് കൊടുക്കണം. പിന്നെ ഈ സിറപ്പ് ഭക്ഷണത്തിന് ശേഷം. ഓക്കെ ഓക്കെ, ഞാൻ ഈ മരുന്ന് അമ്മാവന് എത്തിച്ചോളാം. കുട്ടികളെ, ഞാൻ പറയുന്ന കേക്ക്. ഈ മരുന്ന് അമ്മാവന് വേണ്ടിയിട്ടുള്ളതാണ്. മാത്രമല്ല ഇത് വളരെ ഇമ്പോർട്ടന്റുമാണ്. വേഗം ഇത് അമ്മാവന് കൊടുത്തിട്ട് വരൂ. ഞാൻ ഇപ്പൊ തന്നെ ഓഫീസിൽ പോകാൻ വൈകി. ഞാൻ പോകുക. ഒരു ഡോസ് മരുന്ന് നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അമ്മാവന് കൊടുത്തേക്കൂ. ഇവിടെ വരൂ. ഇവിടെ വരണോ അതോ അമ്മാവന്റെ അടുത്തേക്ക് പോണോ? ഇപ്പൊ ഇവിടെ വരൂ, എന്നിട്ട് കേക്കൂ, പിന്നീട് പോകൂ, എന്നിട്ട് പറഞ്ഞ് മനസ്സിലാക്കൂ അമ്മാവനെ. അങ്ങെന്തിനാണ് അമ്മാവന്ന് വിളിക്കുന്നത്? അമ്മാവനെ അമ്മാവ എന്നല്ലാതെ കൊച്ചാന്ന് വിളിക്കുമ്പോ അമ്മാവൻ അമ്മാവനാണ്. അതിപ്പോ നിന്റെ ആയാലും എന്റെ ആയാലും ഇമ്പോർട്ടന്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഗുളിക അമ്മാവനുള്ളതാണ്. ഇനി നീ എന്നെ കൺഫ്യൂഷൻ ആക്കരുത്. സംസാരം കൊണ്ടുള്ള ഡാൻസ് നിർത്തു. സ്കൂൾ കുട്ടിയെ പോലെ ഞാൻ പറയുന്നത് അനുസരിക്കൂ. ഈ ഗുളിക ഭക്ഷണത്തിന് മുമ്പാണ് അമ്മാവന് കൊടുക്കേണ്ടത്. പിന്നെ ഈ സിറപ്പ് ഭക്ഷണത്തിന് ശേഷം 1 ടീസ്പൂൺ വീതം കൊടുക്കണം. ഇനി പോകൂ.
എന്നിട്ട് വേഗം അമ്മാവന് ഈ മരുന്ന് കൊടുത്തിട്ട് വരൂ. പക്ഷെ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഈ സിറപ്പ് കഴിക്കുമ്പോ സ്പൂൺ വിഴുങ്ങിക്കഴിഞ്ഞാൽ അത് തൊണ്ടേ കൊടുങ്ങില്ലേ? ഉപദേശിച്ചാലും നന്നാവാത്ത മണ്ട. നിന്റെ തലയിൽ എന്താ ഗുണ്ട കളി? എന്നോട് വേണ്ട. നിന്റെ തല കണ്ടാൽ ബോണ്ട. സ്പൂണല്ല, ഈ സിറപ്പാണ് കഴിക്കേണ്ടത്. മനസ്സിലായോ? ഇല്ല. എനിക്ക് തോന്നി നിനക്ക് മനസ്സിലാവില്ല. നിനക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അല്ലല്ല, മനസ്സിലായി. അല്ല അത് ശരി, എന്നാൽ ഈ മരുന്ന് ഞങ്ങൾ അമ്മാവന് കൊടുത്തിട്ട് വരാം. താങ്ക് യു ഡോക്ടർ ബാലു. എന്റെ അമ്മച്ചി. നിനക്കത് പറ്റില്ലല്ലോ. കഴുതേ, നീ സൈഡിലായിരുന്നില്ലേ? വണ്ടിയുടെ മുമ്പിൽ എന്തിനാ വന്നേ? അല്ല, ബൈക്കാരൻ തന്നെയല്ലേ നമ്മളോട് പറഞ്ഞത് വഴിന്ന് മാറി നിൽക്കാൻ. അതാ നടുക്കോട്ട് മാറിയത്. എന്റെ അമ്മച്ചി. ദൈവം ബുദ്ധി കൊടുക്കുന്ന സമയത്ത് മിക്കവാറും ഇവൻ എലിയെ പിടിക്കാൻ പോയി കാണും. സംശയമുണ്ടോ? നിനക്കൊന്നും പറ്റാഞ്ഞത് നന്നായി. പക്ഷേ എന്റെ അമ്മാവന്റെ മരുന്ന് മരത്തിൽ കയറി കുടുങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഞാൻ എടുത്തോണ്ട് വരാം. നീ എന്തിനാ അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നേ? ആ മരുന്നിന്റെ സഞ്ചി വേഗം എടുക്കേ. എടാ കഴുതേ, അവനവിടെ കുടുങ്ങി കിടക്കുക. ഈ കൊമ്പ് ഉണങ്ങിയതാണ്. ഇനി മുന്നോട്ട് പോയാ അത് ഒടിഞ്ഞു പോകും. അത് ഒടിഞ്ഞു പോയിക്കോട്ടെ. നീ ചെല്ല്, എന്നിട്ട് സഞ്ചി വേഗം എടുക്കേ. എടാ കഴുതേ, ഞാൻ ഈ ഉണക്ക കൊമ്പി കയറി കഴിഞ്ഞാ എന്റെ കഥ കഴിഞ്ഞു പോയില്ലേ? ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. അതെ, ഇതിവിടെ കുടുങ്ങി കിടക്കുക. സംശയമുണ്ടോ? ഇപ്പൊ എന്താ ചെയ്യുക? അമ്മാവന് മരുന്ന് അത്യാവശ്യമാണ്. അവിടെ നിന്നും ആ മരുന്നിനെ എങ്ങനെയെങ്കിലും എടുത്തേ മതിയാകൂ. ഫയർഫോഴ്സ് അവർ തീർച്ചയായും നമ്മളെ സഹായിക്കും. നിൽക്കൂ, നിൽക്കൂ. അവരുടെ പൂച്ച മരത്തിൽ കുടുങ്ങി പോയെന്നാ തോന്നുന്നത്. നിങ്ങളുടെ പൂച്ച മരത്തിൽ കുടുങ്ങിപ്പോയതാണോ? അല്ല അല്ല, ഞാൻ പറയുന്നത് കേൾക്കൂ. ആ മരത്തിന്റെ മുകളിലുള്ള മരുന്ന് വേഗം എടുത്ത് തരൂ. അല്ല, ഈ മരുന്നെപ്പോഴാ മരത്തിലുണ്ടാകാൻ തുടങ്ങിയത്? എടോ, ഞങ്ങളുടെ മരുന്ന് വെച്ച സഞ്ചി ആ മരക്കൊമ്പിൽ ഉടക്കി കിടക്കുക. സംശയമുണ്ടോ? ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. മോഹനാ, അത് താഴേക്ക് കൊണ്ടുപോവാ. ഇത്രയും മുകളിൽ ഞാൻ എങ്ങനെയാ വന്നത്? അയ്യോ, ഓടിക്കോ. അയ്യോ, രക്ഷിക്കണേ. എടാ, അമ്മാവന്റെ മരുന്ന് അതിന്റെ പുറകെ ഓട്. അത് അങ്ങോട്ടാ പോയത്. അങ്ങോട്ട്. ഐഡിയ. കാളിച്ചേട്ടാ, ഐ എം കമ്മിങ്. ഇത് മുതലാണോ വയറാണോ? നീ എന്താ ഞാൻ കുതിരയാണെന്ന് വിചാരിച്ച് സവാരി ചെയ്യുകയാണോ? ഞാൻ കാളക്കുട്ടനാണ്. അപ്പൊ നാട്ടുകാരെന്തിനാ നിങ്ങൾ കുതിരയായിട്ട് കണക്കാക്കുന്നത്? നാട്ടുകാരല്ല കണക്കാക്കുന്നത് നീയാ. എന്റെ കാര്യത്തിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഞാൻ പൂച്ചയാണ്, പക്ഷെ എല്ലാരും എന്നെ കഴുതെന്നാ വിളിക്കാറ്. പിന്നെ തുടങ്ങി എനിക്കും തോന്നി തുടങ്ങി ഞാനൊരു കഴുതയാണെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയാം ഞാൻ കാളയാണെന്ന്. അതിപ്പോ ഞാൻ നിന്നെ അറിയിച്ചു തരാം. കഞ്ഞി കിട്ടിയല്ലോ. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. കണിയെ രക്ഷിക്കണം. എന്റെ അമ്മച്ചേ. അമ്മാവന്റെ മരുന്ന് സഞ്ചി. എന്റെ അമ്മാവൻ എന്താണ് സംഭവിച്ചത്? നീ പേടിക്കാതിരിക്കെ, മരുന്നുണ്ടല്ലോ. അമ്മാവൻ ഈ മരുന്നിന്റെ ആവശ്യമില്ല. അങ്ങേർക്ക് ഒരു കുഴപ്പമില്ലല്ലോ. നിനക്കെന്താ ഡോക്ടർ ബാലുവിനേക്കാളും ബുദ്ധിയുണ്ടോ? കൂടുതലാണോ കുറവാണെന്ന് എന്തിനാ ചോദിക്കുന്നേ? അതുണ്ടെങ്കിൽ ചോദിച്ചാ പോരെ. എനിക്കാണെങ്കിൽ തലക്കകത്ത് ഒന്നും തന്നെ ഇല്ലല്ലോ. പിന്നെ എന്തിനാ ചിന്തിക്കാൻ നിക്കുന്നേ? മേഡം അമ്മാവന് വേണ്ടിയല്ലേ മരുന്ന് അയച്ചേ. അപ്പൊ അമ്മാവന് ഇത് ആവശ്യമുണ്ട്. ഓ, എന്താ പറയുന്നത് അമ്മാവൻ? ഇതുവരെ മരുന്ന് അവിടെ കിട്ടിയില്ലെന്നോ? ഇല്ല മോളെ, ഞാൻ ഈ വാതുക്കൾ തന്നെ നിൽപ്പുണ്ട്.
അമ്മാവന് വേണ്ടി ഞങ്ങൾ ചിലത് കൊണ്ടുവന്നിട്ടുണ്ട്. ആരാ ഇത്? നിങ്ങളോ? നിങ്ങളെ കാണണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. ദാ നിങ്ങൾ വന്നു. അല്ല എന്താ ഇത്? സത്യത്തിൽ നിങ്ങൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ ഒരു പ്രത്യേകതരം സന്തോഷം തോന്നാറുണ്ട്. മരുന്നോ? എന്തിനാ ഇപ്പൊ ഈ മരുന്നൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്? എനിക്കിപ്പോ ഇതിന്റെ ഒരാവശ്യവുമില്ല. ഞാനിപ്പോ പൂർണ്ണ ആരോഗ്യവാനാണ്. കേട്ടില്ലേ? ഞാനിത് നിങ്ങളോട് നേരത്തെ പറഞ്ഞതാണ്. അമ്മാവനൊരു കുഴപ്പമില്ല. ഈ മരുന്ന് വേറെ ഏതോ അമ്മാവന് വേണ്ടിട്ടുള്ളതാ. അമ്മാവന് മരുന്ന് കഴിക്കാൻ പേടിയാ, അതുകൊണ്ടാ വേണ്ടാന്ന് പറയുന്നേ. അതുകൊണ്ടാ മേഡം ക്ലിനിക്ക് വെച്ച് പറഞ്ഞത് ഒരു ഡോസ് ഇപ്പൊ തന്നെ കൊടുക്കണമെന്ന്. സംശയമുണ്ടോ? ഇല്ല, ഞാൻ ഈ മരുന്ന് ഒരു കാരണവശാലും കഴിക്കില്ല. എനിക്ക് ഈ മരുന്നിന്റെ ഒന്നും ഒരാവശ്യവും ഇല്ല. അമ്മാവ ഈ മരുന്ന് കഴിച്ചോളൂ. അങ്ങയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞങ്ങളിത് പറയുന്നത്. അതെ അമ്മാവാ. ആണോ? ഞാൻ അങ്ങക്ക് മരുന്നെടുത്ത് തരാം. കഴിച്ചോളൂ. ഇല്ല, ഞാൻ കഴിക്കില്ല. ജോർദാറെ, കൈ മുമ്പോട്ട് പിടിക്ക്. പുലി മുരുകൻ. എനിക്കിതിന്റെ മോളിൽ കയറണം. എന്റെ വെറുതെ വിട്ടേക്ക്. ഇങ്ങോട്ടാരും വന്നില്ലല്ലോ. ആരുടെ കയ്യിലാ കൊടുത്തു വിട്ടത്? ഹണിയും ബണിയും സോർദാറും പോപ്പട്ടുമുണ്ട്. ഓ, ഹണിയും ബണിയും സോർദാറും പോപ്പട്ടും അല്ലേ? എല്ലാരെയും ഞാൻ കണ്ടു. അമ്മാവ അവിടെ നിൽക്ക്. അമ്മാവനെ മരുന്ന് കഴിപ്പിക്കാൻ പുറകെ ഓടി ഓടി ഇനിയിപ്പോ നമുക്ക് മരുന്ന് കഴിക്കേണ്ടി വരുമെന്ന് തോന്നുന്നേ. വായടക്ക് വേഗം അതത്ത് പിടിക്ക. മക്കളെ കഴിക്ക. ആ മരുന്ന് എനിക്ക് വേണ്ട. ആഹാ, അതാ എന്റെ ഫൗണ്ടൻ വന്നു. അടികൈ. ആഹാ, തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതിന്റെ സുഖം ഒന്നും വേറെ തന്നെയാ. എന്റെ അമ്മോ, സോപ്പ് എവിടെ പോയി? കൊച്ചലേ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്റെ അമ്മേ, സോപ്പ് തിരയണ സമയത്ത് ചെന്ന് തല വാതിലിടിച്ചു. ഇത്രയും ചെറിയ ബാത്റൂമിൽ നിനക്ക് സോപ്പ് എവിടാന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കണ്ണില് മുഴുവനും സോപ്പാടാ. കഴുതേ, നിന്റെ കണ്ണിൽ തന്നെ സോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിലേ പിന്നെ അത് അന്വേഷിച്ചുകൊണ്ട് കാര്യം എന്താ ഉള്ളേ? കണ്ണില് സോപ്പിന്റെ പതയാണുള്ളത്. സോപ്പ് എവിടെ പോയെന്ന് അന്വേഷിച്ചേ. എന്നാ പിന്നെ ഷവർ ഓൺ ചെയ്ത് വെള്ളം കൊണ്ട് കണ്ണ് കഴുകിയിട്ട് നോക്കേ. അടിച്ചു പൊളിച്ചു തിമിർത്തു. മണി, ഈയിടെയായി ഹണി നിന്നെക്കാളും ഇന്റലിജന്റ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. സംശയമുണ്ടോ? ഇന്റലിജന്റ്? പൈപ്പ് എവിടെ? ആ, കിട്ടിപ്പോയി. എന്തു പറ്റി? വെള്ളം വരുന്നില്ല. ഹണി, വാൾ വടഞ്ഞിരിക്കുക. ചെന്ന് നോക്കിട്ട് വാ. കോട്ടെ, ഞങ്ങളുടെ വീട്ടിലെ വെള്ളം കൂടിയാ വലിച്ചെടുത്തോണ്ടിരിക്കുന്നത്. ഹണി, വെറുതെ മണ്ടത്തരം പറയാതെ മിണ്ടാതിരിക്കേ. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. സംഭവിച്ചല്ലോ. ഞാൻ ദാ വെള്ളം നിർത്താൻ പോവാണ്. എടാ ഹണി, ഒന്ന് നിക്കടാ. അടവുകളെല്ലാം കയ്യിൽ തന്നെ ഇരിക്കട്ടെ. വെള്ളം നിർത്തുന്നത് ഞാനൊന്ന് കാണട്ടെ. അടികൈ. അല്ലല്ല, കൈ പിന്നെ അടിക്കാം. ആദ്യം ഹണിയെ തടയണം. അയ്യോ, അവനെ തടയ്.
കുളിക്കേണ്ടത് ബണ്ണിക്കാണ്. എന്നിട്ട് നിങ്ങൾ എന്നെ ഈ ഫൗണ്ടനിലിട്ട് കുളിപ്പിക്കുകയാണോ? മര്യാദക്ക് വിടന്നെ. അയ്യോ, കണ്ണ് നീറി തുടങ്ങി. ആരെങ്കിലും മോട്ടോർ ഓണാക്ക്. ഹണി, ഒന്ന് വെള്ളം തുറന്നു വിടുക. എന്റെ കൊച്ചളിയന്റെ കണ്ണവിടെ എരിഞ്ഞോണ്ടിരിക്കുകയാണ്. എന്നെ വിട, എനിക്ക് ആ പൈപ്പ് വേഗം ഓഫ് ചെയ്യണം. അതിന് ഞങ്ങളുടെ പൈപ്പ് കണക്ഷൻ വേറെയാണ് ഹണി. ഫ്രീക്കന്മാര് പറയും യോ യോ, ആരെങ്കിലും ഈ ഹണി ഒന്ന് എന്തുകൂടെ ചെയ്യുന്നേ? വെള്ളത്തിന് പറ ഞാനായിരിക്കും നിൽക്കുന്നത്. സംശയമുണ്ടോ? അയ്യോ, എന്റെ ഫൗണ്ടൻ നിർത്തി കളഞ്ഞല്ലോ. ഹണി, വേണ്ട പറഞ്ഞ കേക്ക്. ഇതുകൊണ്ട് ഒന്നും ആവാൻ പോകുന്നില്ല. ആ, വെള്ളം വന്നു. വെള്ളം വന്നേ. കേട്ടില്ലേ? വെള്ളം വന്നില്ലേ? ഇനി ആ പൈപ്പ് തുറക്കേ. വേണ്ട സോർദാറെ, പറയുന്ന കേക്ക്, അല്ലെങ്കിൽ ആ വെള്ളം വീണ്ടും നിന്നു പോവും. അങ്ങനെ ഒന്നും തന്നെ സംഭവിക്കില്ല. എന്റെ അമ്മച്ചി, വെള്ളം വീണ്ടും നിന്നു. വെള്ളം വരുന്നില്ല. വെള്ളം വീണ്ടും നിന്നു. കേട്ടില്ലേ? ഇവിടെ ഫൗണ്ടനിൽ കൂടെ വെള്ളം വരുമ്പോ അവിടെ ഷവറിൽ വെള്ളം വരുന്നത് നിൽക്കാണ്. ഇപ്പൊ എവിടെ നോക്കിയാലും കൊറോണയാണ്. രണ്ട് വീടിന്റെ പൈപ്പ് ലൈൻ ഡിഫറെന്റ് ആണ്. അപ്പൊ പിന്നെ എങ്ങനെ ഇവിടെ വെള്ളം വരുമ്പോ അവിടെ വെള്ളം നിൽക്കുന്നത്? ഞാൻ ഇപ്പൊ തന്നെ ഇവിടുത്തെ ടാപ്പിലെ വെള്ളം നിർത്തും. ഒന്ന് മനസ്സിലാക്കുകയാണ്, ബെസ്റ്റ് ഗാർഡൻ കോമ്പറ്റീഷൻ ആണ്. അതുകൊണ്ടാണ് ഡബിൾ കാശ് കൊടുത്ത് ഫൗണ്ടൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കമ്മിറ്റിക്കാരാണെങ്കിൽ എപ്പോ വേണമെങ്കിലും ഇവിടെ എത്താം. എന്റെ കൊച്ചളീൻ അവിടെ സോപ്പിന്റെ പദമായിട്ട് കണ്ണ് എരിഞ്ഞോണ്ടിരിക്കുകയാണ്. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഒന്ന് മാറി നിൽക്ക് ഹണി. എടാ ഹണി, എന്റെ അത്ര ശക്തിയൊന്നും നിനക്കില്ല. വെള്ളം വന്നു. വീണ്ടും വെള്ളം വന്നു. പെട്ടെന്ന് തന്നെ കുളിച്ചേക്കാം. ഈ ഫൗണ്ടന്റെ കണ്ണീന്ന് കണ്ണുനീര് വരുന്നുണ്ടല്ലോ. അയ്യോ, അകത്ത് പൈപ്പ് പൊട്ടിയെന്നാ തോന്നുന്നത്. അതുകൊണ്ടാ എല്ലായിടത്തുനിന്നും കൂടി വെള്ളം വരുന്നത്. വേഗം അവനെ പിടിച്ച് മാറ്റ്, അല്ലെങ്കിൽ ആ പ്രതിമ തവിട് പൊടിയാവും.